വനിതകളെ ചേർത്ത് നിർത്തുന്ന ഗവൺമെന്റ് എന്ന സൽപ്പേര് കരസ്ഥമാക്കി എല്ലാ വനിതകളുടെയും വോട്ട് അടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപന ഇലക്ഷൻ ആണെങ്കിലും അസംബ്ലി ഇലക്ഷൻ ആണെങ്കിലും നേടിയെടുക്കുക എന്ന ഗൂഢ ലക്ഷ്യത്തോടെയാണ് ഈ പ്രാവശ്യത്തെ ക്ഷേമ പദ്ധതികളൊക്കെ, അതായത് ബജറ്റ് ഇലക്ഷൻ വരുന്നതിന് തൊട്ട് മുൻപ് പ്രഖ്യാപിച്ചിരിക്കുന്ന ക്ഷേമ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ കൂട്ടത്തില് ഏറ്റവും മോശമായ ഒരു പ്രഖ്യാപനമാണ് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഒരു മാസം 1000 രൂപ സഹായം നൽകും എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് നമുക്കറിയാം 60 കഴിഞ്ഞവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2000 രൂപ കൊടുക്കുന്നുണ്ട്. അത് 2500 ആക്കുമെന്ന് പറഞ്ഞാണ് ഭരണത്തിൽ വന്നത്. വാക്ക് പാലിച്ചില്ല. ഇപ്പൊ ഇറങ്ങാൻ സമയത്ത്, അതായത് ഒരു ഗവൺമെന്റ് ഒരു പ്രഖ്യാപനം നടത്തി ഭരണത്തിൽ വന്നാൽ എന്താണ് ചെയ്യേണ്ടത്? വരുന്ന ആദ്യ മാസം മുതൽ ആ പ്രഖ്യാപനം, പ്രത്യേകിച്ച് ഒരു ക്ഷേമ പ്രഖ്യാപനമാണെങ്കിൽ ആ ക്ഷേമ നടപടി ആദ്യ മാസം തന്നെ തുടങ്ങണം. ഇനിയിപ്പോൾ ആദ്യ മാസം തന്നെ പൂർത്തിയാക്കി തുടങ്ങിയില്ല എങ്കിൽ തന്നെ കുറച്ചെങ്കിലും കൂട്ടി ലക്ഷ്യത്തിലേക്ക് എത്താം എന്നുള്ള മട്ടില് കുറച്ചെങ്കിലും ആദ്യ മാസം തന്നെ തുടങ്ങും. ഇത് ഭരണം, അതായത് ഇനി പ്രഖ്യാപിക്കാൻ പറ്റില്ല, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുമെന്ന് ആ അവസ്ഥ വന്നപ്പോഴാണ് 1600 ആയിരുന്നത് 2000 രൂപയാക്കി പ്രഖ്യാപിക്കുന്നത്.